കുറേ നാളുകൾ കഴിഞ്ഞ് വീഡിയോസൊക്കെ ഒന്ന് ചെയ്തിട്ട് അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ, ആലപ്പുഴയിൽ. അപ്പം ഞാൻ ഓർത്തു വന്നെങ്കിൽ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തേക്കാം എന്ന് കരുതി. അങ്ങനെ രാവിലെ ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് ഒന്ന് പോയിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ദോശയായിരുന്നു കേട്ടോ, ദോശ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ. ദോശയും പിന്നെ ഇപ്പുറത്ത് ചായയാണെന്ന് തോന്നുന്നു, ചായ വെച്ചിട്ടുണ്ടായിരുന്നു അന്ന്. പിന്നെ ദോശയും അതേപോലെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന്. മാത്രമല്ല ഇന്നത്തെ ഒരു ദിവസത്തിന് വേറൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതേതായാലും നമുക്ക് വീഡിയോയിൽ വഴിയേ മനസ്സിലാക്കാം. അങ്ങനെ ദോശയൊക്കെ ഇങ്ങനെ ചുട്ടു. പിന്നെ ഇപ്പുറത്ത് ചായ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ചായ അത്രയും നേരം ശ്രദ്ധിച്ച് നോക്കിയിരുന്നിട്ട് ജസ്റ്റ് ഒരു കണ്ണ് തെറ്റിയപ്പോഴത്തേക്കും ഫുള്ളല്ല കുറച്ച് തിളച്ചു പോയിട്ടോ. അപ്പം തന്നെ വേഗം ഓഫ് ചെയ്തു. ഈ ചായ തിളച്ചു പോയിട്ടും ആ വീഡിയോ കാണിച്ച മനസ്സ്, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ചോറ് വെളിയിൽ നമ്മൾ വെക്കുന്നത് കേട്ടോ. ഡെയിലി പണ്ട് തൊട്ടേ ചോറ് വെളിയിലാണ് വെക്കുന്നത്. അതേപോലെ മുകളിൽ നമ്മൾ അരി തിളച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റ് വെച്ചിരിക്കുകയാണ് കേട്ടോ, ഒരു തടി കഷ്ണം. അപ്പോൾ പെട്ടെന്ന് തിളച്ചു പോകില്ല. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ജോലിയെല്ലാം തീർത്തിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ട്. അതിനാണ് എല്ലാം നേരത്തെ ജോലി തീർക്കുന്നത്. വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ഇരുമ്പംപുളി, പല നാട്ടിലും പല പേരാണ്. ഇരുമ്പംപുളി, കൊഞ്ചുപുളി, പിന്നെ പുളിഞ്ചിക്ക എന്നൊക്കെ ട്രിവാൻഡ്രത്ത് പറയും. അപ്പം അത് ഇങ്ങനെ ഞാൻ കണ്ട് കുറേ ഉണ്ടായിരുന്നു. കുറേയൊക്കെ മഴയത്ത് കൊഴിഞ്ഞു വീണു. പിന്നെ ചിക്കൻ വേവിക്കാനുള്ള സെറ്റപ്പായിരുന്നു. ഉള്ളിയൊക്കെ നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്നു. പിന്നെ അതിന് ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, പോകേണ്ട തിരക്കായതുകൊണ്ട് ചിക്കനൊക്കെ സെറ്റായി. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല, ടെമ്പിളിൽ പോകേണ്ടതുകൊണ്ട് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാണ് എല്ലാം റെഡിയാക്കി വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ആൺകുട്ടിയെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പുതിയ ഫ്രോക്കൊക്കെ ഇട്ടാണ്. അത് പുതിയതായിട്ട് വാങ്ങി, ജസ്റ്റ് ആദ്യമായിട്ട് ഇടുമായിരുന്നു. ചേരുമെന്നൊന്നും അറിയില്ലായിരുന്നു, എന്തായാലും കറക്റ്റായി. അങ്ങനെ ആൺകുട്ടിക്ക് കണ്ണൊക്കെ എഴുതി വാലൊക്കെ ഇട്ട് ക്ലിപ്പൊക്കെ കുത്തി സെറ്റായി. അങ്ങനെ ആൾ വെളിയിലേക്ക് ചെരുപ്പൊക്കെ ഇട്ട് നടക്കാൻ പോയതാണ്, കൃഷിയിടത്തിലേക്കൊക്കെ. അങ്ങനെ ഞങ്ങൾ ടെമ്പിളിൽ പോകാൻ വേണ്ടിയിട്ട് കാറിലൊക്കെ കയറി അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പോകുന്നത് ചെട്ടികുളങ്ങര ടെമ്പിളിലാണ് കേട്ടോ. ചെട്ടികുളങ്ങര നമ്മളുടെ സ്ഥലം കാർത്തികപ്പള്ളിയാണ്. അവിടെ നിന്ന് നമ്മൾ മാവേലിക്കര റൂട്ട് വഴിയാണ് പോകുന്നത്. ആക്ച്വലി ഇത്രയും വർഷമായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെട്ടികുളങ്ങര ടെമ്പിളിൽ വരുന്നത്. കുംഭഭരണിയൊക്കെ ഉണ്ട്, വളരെ പ്രശസ്തമായാണ് ചെട്ടികുളങ്ങര ഭരണി നാളിൽ എന്നുള്ള പാട്ടൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അത് ഇവിടെ വെച്ചാണ് കേട്ടോ നടത്തുന്നത്. എൻ്റെ വീഡിയോസിൽ മുൻപ് ഞാൻ അശ്വതി മഹോത്സവം, വെല്ലുളങ്ങര ദേവി ടെമ്പിളിൽ അശ്വതി മഹോത്സവം, വലിയ തേര്, കുതിര എന്ന് പറയും, അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസിലൊക്കെ. ആ സെയിം തന്നെയാണ് ഇവിടെയും. ഇവിടുത്തെ ഞാൻ വീഡിയോസൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ആ സെയിം സംഭവം തന്നെയാണ് കേട്ടോ ഇവിടെയും. കുംഭഭരണി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നെയാണ്. ഞങ്ങളുടെ ഈ ഓണാട്ടുകര ഉത്സവങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും ഒരു പ്രധാനപ്പെട്ടതാണ് ഈ ഉത്സവങ്ങൾക്ക് നമ്മൾ ഫുഡ് വിഭവങ്ങൾ, പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുക. അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും മെയിൻ ഇവിടുത്തെ ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ ഈ ഉത്സവത്തിന് തന്നെ നമുക്കിവിടെ, ഞാൻ മുൻപ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ, കുതിര, തേരെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ ഈ 10 ദിവസം നമുക്കിവിടെ കഞ്ഞിയുടെ കൂട്ടത്തിൽ അസ്ത്രം എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അത് നമുക്കൊക്കെ അറിയാം, പുറത്തുള്ളവർക്ക് അറിയുമെന്നറിയില്ല. അത് നമ്മൾ അവിയൽ രൂപത്തിലാണ് വെക്കുന്നത്. കുറച്ച് ലൂസി ആയിരിക്കും അത്. അതിനകത്ത് കാച്ചിൽ, ചേന, ചേമ്പ്, കടല, അങ്ങനെ പല വെജിറ്റബിൾസും ഇട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. സാധാ വെജിറ്റബിൾസ് എല്ലാം ഇടും. അത് നല്ല ടേസ്റ്റാണത്. 10 ദിവസവും നമ്മൾ കുതിരച്ചോട്ടിലൊക്കെ കൊടുക്കും അത്. അപ്പോൾ പല വീടുകളിലും വീട്ടിൽ നിന്നും നമ്മൾ ഉച്ചയ്ക്ക് അതായിരിക്കും കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണത്. പിന്നീട് മെയിൻ ഉത്സവം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ സദ്യ തന്നെ ആയിരിക്കും ഒരുക്കുന്നത്. നമ്മൾ ഓണത്തിന് എന്തെല്ലാം ഫുഡുകൾ ഉണ്ടാക്കുന്നു അതേപോലെ ആയിരിക്കും വീട്ടിൽ എല്ലാ വിരുന്നുകാരെയും ബന്ധുക്കളെയും എല്ലാം വിളിച്ചിട്ട് നമ്മൾ ഊണൊക്കെ കൊടുക്കും. അങ്ങനെയാണ് നമ്മളുടെ ഉത്സവങ്ങളൊക്കെ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ടെമ്പിളിലൊക്കെ പോയി വീട്ടിൽ തിരികെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ ഓൾറെഡി വെച്ചിരുന്നു. അതിനുശേഷം അവിയൽ, കുറച്ച് തോരൻ. ഇത് വീട്ടിലെ ഇലയാണ് കേട്ടോ, അത് ഞാൻ അരിഞ്ഞതാണ്. അതാണ് ഈ രൂപത്തിലിരിക്കുന്നത്, പെട്ടെന്ന് അരിഞ്ഞയാണ്. അപ്പോൾ അത് കുഞ്ഞിന് വേണ്ടി വെച്ചാണ് കേട്ടോ ചീരത്തോരൻ, വീട്ടിലെ ചീര ആയതുകൊണ്ട്. അങ്ങനെ അപ്പോഴത്തേക്കും അച്ഛൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നിരുന്നു. അച്ഛൻ ജോലിക്ക് പോയിരിക്കുമായിരുന്നു കേട്ടോ, അതുകൊണ്ട് അച്ഛൻ ടെമ്പിളിൽ വരാൻ പറ്റിയില്ല. അങ്ങനെ അച്ഛൻ ഊണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഇളയ ബ്രദർ ഉണ്ടായിരുന്നു. ബ്രദറുമായിട്ട് മോള് മുറ്റത്തൊക്കെ കളിക്കുമായിരുന്നു. അപ്പം മണ്ണിൽ കളിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നേരത്തെ നമ്മൾ കണ്ടില്ലേ മുറ്റത്ത്, അത് നേരത്തെ കണ്ട ഇരുമ്പൻപുളിയായിരുന്നു കേട്ടോ. ചേട്ടന്
അച്ചാറിടാൻ വേണ്ടിയിട്ട് ഉണക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ഇന്ന് നമ്മൾ സൗദിക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പം അതിനും കൂടിയാണ് മെയിനായിട്ട് ഞങ്ങൾ വന്നത് വീട്ടിലേക്ക്. അപ്പം വൈകുന്നേരം സൗദി പോകേണ്ട ആൾ നേരത്തെ കണ്ടില്ലേ, ചെടിയൊക്കെ നനയ്ക്കുന്നുണ്ടായിരുന്നു, കൃഷിയൊക്കെ. അങ്ങനെ ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്ക് പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൈനാപ്പിളൊക്കെ നല്ല രീതിയിൽ കായൊക്കെ വന്നിരുന്നു. പിന്നെ നമ്മുടെ സ്ഥിരം വഴുതനങ്ങ വീട്ടിലെപ്പോഴും ഉണ്ടാവും. പിന്നെ പയർ ഒരുപാടുണ്ടായിരുന്നു ഇപ്രാവശ്യം. പിന്നെ ഞാൻ എൻ്റെ ഒരു നേരത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു പയറിൻ്റെ ഇല വെച്ചിട്ട് തോരൻ വയ്ക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും അത് വീട്ടിൽ പയറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കിളിർന്ന ഇല വെച്ചിട്ട് തോരൻ വയ്ക്കും. ഇതിനു മുമ്പ് ഞാൻ വന്നപ്പം ഇതിലിങ്ങനെ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു. ഇപ്പം നല്ല ഭംഗിയുള്ളൊരു പൂവായി, നല്ല വയലറ്റ് കളറിലെ ഓർക്കിഡ്. ഇത് നല്ല കുഞ്ഞ് ചെമ്പരത്തിയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പല ഡിസൈനുള്ള ചേമ്പിൻ്റെ ഇല. ഇത് വേറെ പല കളേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പം ആകെ ഇത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ വീട്ടിൽ. അങ്ങനെ ഉച്ചയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തിനോടകം അമ്മിക്കുട്ടിയും മാമനും ചെറിയ മാമനും കൂടെ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അതെല്ലാം ഉറക്കം എണീറ്റെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അമ്മ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കൊളുത്തി. അതിനുശേഷം പിന്നെ ഞങ്ങളൊരു മാരേജ് ഫംഗ്ഷന് പോയേക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ റിലേറ്റീവ് തന്നെയാണ്, അപർണയുടെ മാരേജ് ആയിരുന്നു. ഇത് തലേ ദിവസമാണ് കേട്ടോ റിസപ്ഷൻ. അങ്ങനെ റിസപ്ഷൻ എല്ലാം കഴിഞ്ഞു, പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ കൊച്ചിൻ എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ കൂടെ പോകാനായിട്ട് ഞങ്ങൾ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ബ്രദർ ആൻഡ് സിസ്റ്ററും ആമിക്കുട്ടിയും പിന്നെ ചേട്ടൻ്റെ വൈഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയും അച്ഛനൊന്നും വന്നില്ല. ഇത്ര ലോങ് യാത്ര ചെയ്യാനും വയ്യ, മാത്രമല്ല വെറുതെ വിഷമിപ്പിക്കുന്ന എന്തിനാന്ന് വിചാരിച്ചിട്ട് അവർ വന്നില്ല. അങ്ങനെ ഇളയ ബ്രദർ ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയി. ഇത് നമ്മുടെ ആതിരയുടെ ബ്രദറാണ് കേട്ടോ, ആകാശം. അത് കളമശ്ശേരിയാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടുന്ന് അവനെയും പിക്ക് ചെയ്തു. ആക്ച്വലി 4:30 ഫ്ലൈറ്റ്. അപ്പം ഒരു 2 മണിക്കൂർ മുൻപേ റിപ്പോർട്ട് ചെയ്യേണ്ടതുകൊണ്ട് നേരത്തെ വന്നതാണ്. ആക്ച്വലി ഞങ്ങളുടെ അറിയ സ്വഭാവമേ അല്ല, ചേട്ടന് എവിടെയെങ്കിലും പോകണമെങ്കിൽ കറക്റ്റ് ആയിരിക്കണം. എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ അതിനൊരു മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറിന് മുന്നെങ്കിലും ആളവിടെ എത്തിയിരിക്കും. അങ്ങനെ ചേട്ടൻ പോയി ഗൈസ്. പിന്നെ നമുക്ക് സന്തോഷിക്കാന്ന് വെച്ചാൽ അവരൊക്കെ നല്ലൊരു കാര്യത്തിനും ജോബിനും ഒക്കെ അല്ലേ പോകുന്നത്. അതുപോലെ തന്നെ അച്ഛനും അമ്മയും കൊണ്ടുവരാഞ്ഞത് കാര്യമായെന്ന് പിന്നീട് വിചാരിച്ചു. അവിടെ വരുന്നവരുടെ എല്ലാവരുടെയും ഫാമിലി ഉണ്ടാവും, അവരെല്ലാം കരഞ്ഞു പൊടിച്ചായിരിക്കും അവിടെ നിന്ന് പോകുന്നത്. മാക്സിമം ഇതേപോലെ കൂടെ വരുന്നവർ, അതായത് വൈഫ്, കുട്ടികൾ ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരാം, പക്ഷേ അവരെയും കൂടെ വിഷമിപ്പിച്ച് അങ്ങനെ വിടാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഞങ്ങൾ ചേട്ടൻ പോയതിനു ശേഷം നേരെ വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. ഒരു 5:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ തിരികെ എത്തി. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ടാറ്റാ.